റംസാൻ വ്രതാനുഷ്ഠാന കാലത്ത് നോമ്പ് തുറക്കി മസാലക്കഞ്ഞി പാചകം ചെയ്ത് വിതരണം ചെയ്യുന്ന ഒരു മസ്ജിദുണ്ട് മലപ്പുറം വേങ്ങരയിൽ. വിവിധ ഔഷധക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കുന്ന ഈ മസാലക്കഞ്ഞി കഴിഞ്ഞ 3 വർഷമായി നൽകി വരുന്നത് കണ്ണാട്ടിപ്പടി ഇരുകുളം ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിലാണ്. എങ്ങനെയാണ് മസാലക്കഞ്ഞി ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. അസർ നിസ്കാരം കഴിഞ്ഞാൽ മസാലക്കഞ്ഞി വിതരണമായി. അപ്പോഴേക്കും 2000-ഓളം പേർ കഞ്ഞി വാങ്ങാൻ തയ്യാർ. ദീർഘകാലം തമിഴ്നാട്ടിൽ വ്യാപാരിയായിരുന്ന അലവി ഹാജിയാണ് അവിടുത്തെ മസാലക്കഞ്ഞി സ്വന്തം നാടിന് പരിചയപ്പെടുത്തിയത്. അതിന് വലിയ സ്വീകാര്യതയും ലഭിച്ചു. നമ്മളെ മഹലിലെ കാരണവരായ മല അലവിയാജി എന്ന് പറയുന്ന അദ്ദേഹം കൊണ്ടുവന്നൊരു ആശയമാണ് നമ്മൾ ഒരു പുതുമായിട്ട് നാട്ടിലില്ലാത്തൊരു സംഭവം കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ ഈ തമിഴ്നാട് വ്യാപകമായിട്ട് കണ്ടുവരുന്നതാണ് ഈ ഒരുപാട് ഔഷധങ്ങൾ ഗുണങ്ങളൊക്കെ ചേർന്ന ഈ മസാലക്കഞ്ഞി. അത് നമ്മളെ നാട്ടിൽ കൊണ്ടുവരാമെന്നുള്ള ആശയം അദ്ദേഹം കൊണ്ടുവന്നു. ആ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ 3-ാമത്തെ വർഷമാണ് ഈ കഞ്ഞി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ മസാലക്കഞ്ഞി തയ്യാറാക്കുന്ന രീതി അതേപടി തുടരാൻ മേട്ടുപ്പാളയം സ്വദേശിയായ ഷറഫുദ്ദീനും ഇവിടെ ഉണ്ട്. 1 മാസമാണ് ഇതിനായി ഷറഫുദ്ദീൻ കേരളത്തിൽ കഴിയുന്നത്. മസാലക്കൂട്ടുകൾക്ക് പുറമെ ചില രഹസ്യ ഔഷധക്കൂട്ടുകൾ കൂടിയാകുമ്പോഴാണ് മസാലക്കഞ്ഞി പൂർണ്ണതയിലെത്തുന്നത്. நம்ம இங்கே யூஸ் பண்ணுறது பிரியாணி அரிசி தான் போடுறோம். இதுக்கு பிரியாணி அரிசி பிரியாணிக்கு போடுற ஐட்டம் எல்லாம் போடுவோம். நெய் எல்லாமே, அப்போ எக்ஸ்ட்ரா ஜீரகம் குடுமிளகு இதெல்லாம் போடுவோம். தமிழ்நாட்டில் இது ஃபேமஸான கஞ்சி தான். தமிழ்நாட்டில் நாங்கள் செஞ்சுட்டு இருந்தது தான். 80 கிலோ 100 கிலோ வரைக்கும் செய்வோம். ഇപ്പോൾ ഇங்கே 50-60 കിലോ സെഞ്ചിട്ടിരിക്കും. 3 വർഷം മുൻപ് പള്ളി പുതുക്കി പണിതപ്പോൾ രൂപപ്പെട്ട മസാലക്കഞ്ഞി എന്ന ആശയം കണ്ണാട്ടിപ്പടി ജുമാ മസ്ജിദിന്റെ ഒരു അടയാളം കൂടിയായി മാറിയിരിക്കുകയാണ് ഇന്ന്. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.